ബ്ലൂ ലോട്ടസ് കെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചെടിയെ ഞാൻ പരിചയപ്പെടുത്താം. ഇതിന് ഞാൻ പറയുന്ന പേര് മയിൽപ്പീലി ചെടി എന്നാണ്, അല്ലെങ്കിൽ പീകോക്ക് ഫേൺ. ഇത് ഫേണാണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ, ഇത് സലജനല്ല പ്ലാന്റ് ആണ്. ഇത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ വളർത്താം. വലിയ പരിചരണമൊന്നും വേണ്ട. 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ കാര്യം വെയിൽ. ഇതിന് നേരിട്ടുള്ള വെയിൽ പാടില്ല കേട്ടോ. വെയിൽ കൊള്ളിച്ചാൽ ഇല കരിഞ്ഞ് കറുത്തു പോകും. അതിനെന്താ ചെയ്യേണ്ടത് എന്നല്ലേ? ജനലരികിൽ ബ്രൈറ്റായ വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മതി. നേരിയ വെയിൽ കൊള്ളുമ്പോഴാണ് ഇലയിൽ ഈ നീല നിറം കൂടുന്നത്. എൻ്റെ ചെടി രാവിലെ നേരിയ വെയിൽ മാത്രം കിട്ടുന്ന സ്ഥലത്താണ് വെച്ചത്. രണ്ടാമത്തെ കാര്യം വെള്ളമാണ്. ഇതാണ് ഏറ്റവും പ്രധാനം. ഈ ചെടിക്ക് മണ്ണ് ഒരിക്കലും ഉണങ്ങരുത്. മണ്ണ് വരണ്ടാൽ ഇത് ഉറങ്ങും. ഇലയൊക്കെ ചുരുണ്ട് കരിഞ്ഞ പോലെയാവും. പേടിക്കണ്ട. പിന്നെ വെള്ളം ഒഴിച്ചാൽ 2 മണിക്കൂർ കൊണ്ട് എണീറ്റ് വരും. ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ദിവസം 1 തവണ വെള്ളം സ്പ്രേ ചെയ്യും. മണ്ണ് നനഞ്ഞിരിക്കണം, ചെളിയാക്കരുത്. ഈർപ്പത്തിൽ വെച്ചാൽ മതി. മൂന്നാമത്തെ കാര്യം മണ്ണാണ്. സാധാരണ മണ്ണ് മതി, പക്ഷേ നല്ലത് കോക്കോപിറ്റും മണലും എടുക്കുന്നതാണ്. വെള്ളം കെട്ടി നിൽക്കരുത്. ഡ്രെയിനേജ് ഉണ്ടാവണം. വളം മാസത്തിലൊരിക്കൽ വെള്ളത്തിൽ ചാണകം കലക്കി ഒഴിച്ചാൽ മതി. കെമിക്കൽ വളം വേണ്ട കേട്ടോ, ഇതൊരു പാവം ചെടിയാണ്. നാലാമത്തെ കാര്യം, ഇത് എങ്ങനെ വളർത്താം എന്നതാണ്. വളരെ എളുപ്പമാണ്. തണ്ട് മുറിച്ചെടുത്ത് നനഞ്ഞ മണ്ണിൽ നട്ടാൽ മതി. 15 ദിവസം കൊണ്ട് പുതിയ വേര് വരും. ഞാനിത് ചെറിയ തണ്ടിൽ നിന്നാണ് തുടങ്ങിയത്. ഇപ്പോൾ കണ്ടോ, ചട്ടി നിറയെയായി. കുറച്ച് ടിപ്പ് പറഞ്ഞു തരാം. നേരിട്ട് വെയിൽ കൊള്ളിക്കരുത്, ഇല കരിയും. മണ്ണ് വരണ്ടു പോകരുത്, ചെടി ഉറങ്ങും. പിന്നെ എണീക്കാൻ സമയമെടുക്കും. ചട്ടിക്ക് താഴെ ഒരു പ്ലേറ്റിൽ വെള്ളം വെച്ചാൽ നല്ലതാണ്. നനവ് മെയിൻറ്റെയിൻ ചെയ്യാം. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറെയൊന്നും വേണ്ട. എന്ത് ഭംഗിയല്ലേ ഈ ചെടി കാണാൻ. AC മുറിയിലും വെക്കാം. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഈ മയിൽപ്പീലി ചെടി? ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ അറിയിക്കണേ. ഇതുപോലത്തെ ചെടി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.